ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്ന ടോപ്പിക് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് എവറി ഡയറക്ടർ ഷാൾ ഇൻഫോം ദ കമ്പനി കൺസേൺ അബൌട്ട് ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 164 ഇൻഫോം DIR 8 ബിഫോർ ഹീസ് അപ്പോയിന്റ് ഓർ റിട്ടയർഡ്. അതായത് ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫിക്കേഷൻ 164 പഠിച്ചില്ലേ, 164 സബ്സെക്ഷൻ 1 or 2 ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഹി ഷാൾ ഇന്റിമേറ്റ് ദ കമ്പനി ഇൻഫോം DIR 8 ആണ്. പറഞ്ഞോ, കമ്പനി DIR 8 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3rd ഡേയ്സിനൊക്കെ DIR 9 പ്രകാരം ഈ കാര്യം ROCയും അറിയിക്കണം. പറഞ്ഞു. ഇനി അപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓർ ഡിസ്ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ DIR 10 വഴി എന്ത് ചെയ്യണം? ROCയെ അറിയിക്കണം. അതൊക്കെ നമ്മൾ ഓൾറെഡി നോട്ടിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറക്ടേഴ്സിന്റെ പ്രൊവിഷൻസിൽ അത് ഓൾറെഡി നോട്ടിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റൊന്നും പറയുന്നില്ല. ഡയറക്ടേഴ്സ് 164 ഡിസ്ക്വാളിഫിക്കേഷൻ. ഓക്കെ, പറഞ്ഞു ഇത് ഈ ഒരു ഏരിയയിലാണ് ഡിസ്ക്വാളിഫിക്കേഷൻ 164 പറഞ്ഞ പോയിന്റ്. എന്താ ചെയ്യേണ്ടത്? ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യണം? ഇവിടെ മാർക്ക് ചെയ്യുക. ആ കാര്യം എന്ത് ചെയ്യണം? 164(1) അല്ലെങ്കിൽ 164(2) പ്രകാരം ഒരു ഡയറക്ടർ, ഇതാരാണ്? ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ മാന്യമായിട്ട് എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം DIR, ഈ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യം എന്ത് ചെയ്യണം? DIR ഫോമിൽ അറിയിക്കണം. DIR 8 വഴി ഈ ഡയറക്ടർ എന്ത് ചെയ്യണം? DIR 8 വഴി ആരെ അറിയിക്കണം? കമ്പനിയെ അറിയിക്കണം. ഡയറക്ടർ എന്ത് ചെയ്യണം? ഈ കാര്യം കമ്പനീനെ അറിയിക്കണം. കമ്പനിയെ അറിയിക്കണം. കമ്പനി എന്ത് ചെയ്യണം? ഇങ്ങനെ ഞങ്ങളുടെ കമ്പനിയിലെ ഒരു ഡയറക്ടർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായി എന്നുള്ള കാര്യം DIR 9 എന്ന ഫോമാറ്റിൽ ആരറിയിക്കണം? നൗ കമ്പനി ഷാൾ ഇൻഫോം ROC സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന